നമുക്കൊപ്പം ഭവ്യ അവിടേക്ക് മന്ത്രി എ കെ ശശീന്ദ്രനെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടു. അതായത് ആ ആംബുലൻസിന്റെ വാഹന വ്യൂഹം അവിടേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? ആംബുലൻസിന്റെ വാഹന വ്യൂഹം എത്തിക്കൊണ്ടിരിക്കുന്നു ആര്യ. മന്ത്രി എ കെ ശശീന്ദ്രൻ ഒപ്പം വടകര MLA KK രമ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. പൂളാടിക്കുന്നിൽ അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള വാഹനം പൂളാടിക്കുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ നാട്ടിലേക്ക്, അർജുന്റെ സ്വന്തം നാട്ടിലേക്ക് അർജുൻ എത്തുകയാണ്. ഇനി അല്പസമയത്തിനകം ഇവിടെ നിന്ന് അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് കണ്ണാടിക്കലിലേക്ക് പുറപ്പെടുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാം. അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് എത്തിയിരിക്കുകയാണ് പൂളാടിക്കുന്നിലേക്ക്. അർജുന്റെ മൃതദേഹവുമായി അർജുനെ കാണാൻ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അവസാനമായി അർജുനെ അത്യാഞ്ജലി അർപ്പിക്കാൻ, അർജുനൊരു ബഹുമാനം കൊടുക്കാൻ, ഒരാദരം നൽകാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നമുക്ക് അർജുനെ ബഹുമാനം നൽകാനായി എത്തിയ ആളുകളെ നമുക്ക് കാണാം. പുലർച്ചെ 4 മണിയോടുകൂടി ഇവിടെ ആളുകൾ ഇവിടെ എത്തി എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോഴിതാ നമുക്ക് കാണാൻ സാധിക്കും. വൈകാരികമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. അത്രമാത്രം ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പൂളാടിക്കുന്നിലെത്തി. ഒപ്പം മനാഫ് ഇവിടെയുണ്ട്. അല്പസമയം മുൻപാണ് മനാഫ് എത്തിയത്. ഇപ്പോൾ അർജുന്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസ് പൂളാടിക്കുന്നിൽ നിന്ന് മുന്നോട്ട് നീങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ആംബുലൻസിന് മുൻപിൽ ലോറി ഡ്രൈവർമാരടക്കം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോറി ഡ്രൈവർമാർ അർജുന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ അർജുന ആദരം നൽകാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അർജുന് ഒരു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അർജുന്റെ ആംബുലൻസിനെ അനുഗമിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരടക്കം അർജുന്റെ ആംബുലൻസിന് മുൻപിൽ ഉണ്ടാകും. ആംബുലൻസിനെ അനുഗമിച്ചുകൊണ്ടാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസഞ്ചയം മുഴുവൻ കണ്ണാടിക്കലിലേക്ക് പോകും. കണ്ണാടിക്കലിൽ നിന്നാണ് വിലാപയാത്രയായി ഈ നാട് മുഴുവൻ അർജുന്റെ വീട്ടിലേക്ക് എത്തുക. അത്രമാത്രം ഒരു തിരക്കിന്റെ ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ. കാരണം അത്രമാത്രം ആളുകൾ ഇവിടെ തടിച്ചുകൂടിയത് നമുക്ക് കാണാൻ സാധിക്കും. അർജുന്റെ ആംബുലൻസിന് മുൻപിലായി സർക്കാരിന് വേണ്ടി, നമ്മുടെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഔദ്യോഗികമായി അർജുന്റെ മൃതദേഹം ബഹുമാനം നൽകി ഏറ്റുവാങ്ങിയത് എ കെ ശശീന്ദ്രനായിരുന്നു. മന്ത്രി എ കെ ശശീന്ദ്രനായിരുന്നു, വനമന്ത്രി. അദ്ദേഹവും ഒപ്പം വടകര MLA KK രമയുമുണ്ട്. അവരൊക്കെ ഈ വാഹനത്തിന് മുൻപിൽ കണ്ണാടിക്കലിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പൂളാടിക്കുന്നിൽ നിന്ന് കണ്ണാടിക്കലിലേക്കുള്ള യാത്രയിലാണ്. അല്പസമയത്തിനകം കണ്ണാടിക്കലിലെത്തും. കണ്ണാടിക്കലിൽ വിലാപയാത്രയായിട്ടാണ് മൃതദേഹം വീട്ടിലേക്ക് പോവുക. നമ്മളിപ്പോൾ കണ്ട ഈ ജനസഞ്ചയം മുഴുവൻ, ഈ ജനക്കൂട്ടം മുഴുവൻ കണ്ണാടിക്കലിലേക്ക് എത്തും. കണ്ണാടിക്കലിൽ അർജുനെ കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഈ ആളുകളെല്ലാവരും കൂടിയാണ് അർജുന് ആദരാഞ്ജലി അർപ്പിച്ച് വിലാപയാത്രയായി അർജുന്റെ വീട്ടിലേക്ക് എത്തുക. നമുക്ക് ഈ ഒരു കാഴ്ച കാണുമ്പോൾ ഈ അന്തരീക്ഷം മുഴുവൻ കരയുകയാണ് എന്ന് തോന്നിപ്പോകും. അത്രമാത്രം ഒരു മൗനം കൂടി ഈ പ്രദേശത്തിനാകെയുണ്ട്. അത്രമാത്രം ആളുകളാണ് ഇപ്പോൾ നമുക്ക് കാണാം എന്ന് തോന്നുന്നു. റോഡ് സൈഡിലടക്കം, വഴിയരികിലടക്കം ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവർക്ക് അർജുനാണ് പോകുന്നത് എന്നറിഞ്ഞ് പുലർച്ചെ മുതൽ രാവിലെ 4 മണിയോടുകൂടി ഇവിടെ ആളുകൾ എത്തിയിട്ടുണ്ട് എന്നതാണ് ആര്യ ശ്രദ്ധേയം. എന്തായാലും ശിരൂർ താണ്ടി, കാർവാർ താണ്ടി, കർണാടക താണ്ടി അർജുൻ അവന്റെ സ്വന്തം നാട്ടിലേക്ക്, കോഴിക്കോടിലേക്ക് എത്തി. ഇപ്പോൾ ഇതാ പൂളാടിക്കുന്നിൽ നിന്ന് കണ്ണാടിക്കലിലേക്ക് പോവുകയാണ്. അർജുൻ സ്വന്തം മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ചേതനേറ്റ് മടങ്ങിയെത്തിയിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ. ഇനി നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിവൈകാരികമായ നിമിഷങ്ങൾക്കായിരിക്കും. തീർച്ചയായും അത്തരത്തിൽ സ്വന്തം നാട്ടിലേക്ക്, അർജുന്റെ വീടുള്ള സ്ഥലത്തേക്ക്, ഏറ്റവും പ്രിയപ്പെട്ടവരുള്ള സ്ഥലത്തേക്ക് അർജുൻ ഒന്നും അറിയാതെ മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഓരോ തവണ ദൂര യാത്ര കഴിഞ്ഞ് നിറചിരിയോടെ
ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ, ആ നാടിന്റെ ഭാഗമാകാനൊക്കെ ഓടിയെത്തിയിരുന്ന, നാട്ടുകാരോട് വിശേഷം പറയാനും കുശലം ചോദിക്കാനും ഒക്കെ ഓടിയെത്തിയിരുന്ന അർജുൻ ഇന്ന് അങ്ങനെയല്ല വരുന്നത്. ആ ചിരിമാഞ്ഞ് എന്ന് പോലും ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. നമുക്കറിയാം, ഗംഗാവലി പുഴയുടെ ആഴങ്ങളിലായിരുന്നു കഴിഞ്ഞ 72 ദിവസവും അർജുൻ ഉണ്ടായിരുന്നത്. അർജുൻ ഇന്ന് തിരിച്ചറിയാൻ ആ ശരീരത്തിൽ, ആ അവശേഷിപ്പിൽ ഒന്നും ബാക്കിയില്ല. അത്രത്തോളം ദാരുണമായ ഒരു മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വന്ന ചെറുപ്പക്കാരനാണ് അർജുൻ. അങ്ങനെ ചേതനയേറ്റെങ്കിലും സ്വന്തം നാട്ടിലേക്ക് അന്ത്യയാത്രയ്ക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. നേരത്തെ അനുമോദ് പറഞ്ഞതുപോലെ തന്നെ അർജുൻ്റെ സ്വന്തം മണ്ണിൽ ഉറങ്ങാൻ അർജുന് സാധിച്ചല്ലോ എന്ന് മാത്രമേ നമുക്ക് ആശ്വസിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു യാത്രയയപ്പ് നൽകണം, അർജുൻ അത് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം അർജുനെ എത്തിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലായിരുന്നു കുടുംബം ഇത്രത്തോളം വാശി പിടിച്ച് അവരുടെ ആ ഒരു പോരാട്ടത്തിൽ, അർജുനായുള്ള തെരച്ചിൽ പാതി വഴിയിൽ പലപ്പോഴും മുടങ്ങിയപ്പോഴും അത് വീണ്ടും പുനരാരംഭിക്കാൻ വേണ്ടി അത്രത്തോളം പോരാട്ടം അവർ കഷ്ടപ്പെട്ട് നടത്തിയത്. അതിനുവേണ്ടി കോടതി കയറി ഇറങ്ങിയും അധികൃതരെ കണ്ടും കർണാടക മുഖ്യമന്ത്രിയെ കണ്ടുമൊക്കെ എത്രയോ നാളുകൾ അവർ കർണാടകയിൽ തന്നെ തുടർന്നു. എന്തായാലും അവരുടെ ആ ഒരു പരിശ്രമത്തിനെങ്കിലും ഫലം കണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അർജുൻ്റെ സ്വന്തം മണ്ണിൽ, അർജുൻ കെട്ടിപ്പടുത്ത വീടിൻ്റെ മുറ്റത്ത് അർജുൻ ഉറങ്ങാൻ സാധിച്ചല്ലോ. അന്ത്യനിദ്രയ്ക്ക് അവിടെ തന്നെ അർജുന് നമുക്ക് മണ്ണൊരുക്കാൻ കഴിഞ്ഞല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഭവ്യ തുടർന്നോളൂ. ആര്യ, അത്തരത്തിൽ തന്നെയാണ്. നമുക്ക് ഇപ്പോൾ വളരെ വ്യക്തമായി കാണാം അർജുൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പൂളാടിക്കുന്നിൽ നിന്ന് കണ്ണാടിക്കലിലേക്ക് പോവുകയാണ്. ആര്യ, കാണുന്നുണ്ടല്ലോ ദൃശ്യങ്ങളിൽ, അത്രമാത്രം ഒന്ന് ദൂരേക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല, അത്രമാത്രം വാഹനങ്ങൾ അർജുൻ്റെ മൃതദേഹം വഹിച്ചുള്ള ആംബുലൻസിന് പിന്തുടരുകയാണ്. കണ്ണാടിക്കലിലേക്ക്, അർജുൻ്റെ വീട്ടിലേക്ക് ഈ വാഹനങ്ങൾ എത്തുകയാണ്. അത്രമാത്രം ഒരു തിരക്കടക്കം ഈ റോഡിൽ കാണാൻ സാധിക്കും. ഇത് കണ്ടെത്താ ദൂരത്തോളം വാഹനങ്ങൾ ഇങ്ങനെ അർജുൻ്റെ ആംബുലൻസിനെ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് അറിയാം. പറഞ്ഞതുപോലെ തന്നെ ഒരു പോരാട്ടമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. 2 മാസം 22 ദിവസം നീണ്ട പോരാട്ടം എന്ന് തന്നെ നമുക്ക് അർജുൻ്റെ ഒരു കഥയെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അത്രമാത്രം പോരാടി തന്നെയാണ് അവൻ്റെ മണ്ണിൽ ഉറങ്ങാൻ വേണ്ടി എത്തുന്നത് എന്നുള്ളതാണ് അറിയാം. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ പോരാടി അർജുൻ തിരികെ വരാൻ വേണ്ടി ഏറ്റവും പ്രധാനമായി അന്തി ഉറങ്ങുന്നത് സ്വന്തം മണ്ണിലാണ്, സ്വന്തം വീട്ടുമുറ്റത്താണ് എന്നെങ്കിലും ആ കുടുംബത്തിന് ആശ്വസിക്കാം. ഒരു പക്ഷേ അർജുനും ആശ്വസിക്കാൻ, താൻ അവസാനം ആ ഏറ്റവും പ്രിയപ്പെട്ടിടത്ത് തന്നെ ഉറങ്ങുന്നു. ആ ഒരു കാര്യം മാത്രമാണിതിൽ. കാരണം അർജുനന് തിരിച്ചുവരിൽ ആ യാഥാർത്ഥ്യം ആ കുടുംബം ഉൾക്കൊണ്ട് കഴിഞ്ഞു. പക്ഷേ തങ്ങളുടെ മകൻ, തൻ്റെ പ്രിയപ്പെട്ടവൻ, തൻ്റെ സഹോദരൻ, എല്ലാവരും അവനൊക്കെ തങ്ങളുടെ കുടുംബത്തിലുണ്ട്, തൻ്റെ വീട്ടുമുറ്റത്തുണ്ട് എന്ന ആ അമ്മയ്ക്കും ആ ഭാര്യയ്ക്കും സഹോദരിക്കും ഒക്കെ ആശ്വസിക്കാനെങ്കിലും കഴിയും എന്നുള്ളതാണ്. കാരണം അത്രമാത്രം അവർ സ്നേഹിച്ചു, ഈ നാട് സ്നേഹിച്ചിരിക്കുകയാണ് അർജുനെ. ഏതൊരാളും, ഏതൊരു സാധാരണക്കാരനും ആഗ്രഹിക്കുക മരിക്കുകയാണെങ്കിൽ സ്വന്തം മണ്ണിൽ നിന്ന്. അങ്ങനെ എല്ലാ മനുഷ്യരും ചിന്തിക്കുകയുള്ളൂ. അർജുനെ സംബന്ധിച്ച് നമുക്ക് വലിയ ആശങ്കയായിരുന്നു അക്കാര്യത്തിൽ. അത്തരത്തിലൊരു സാഹചര്യം അർജുൻ ഉണ്ടാകുമോ എന്നൊരു വലിയ ആശങ്ക തുടക്കം മുതൽ നമുക്കുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഒരു കഠിന പ്രയത്നത്തിന് ശേഷമാണ് അർജുൻ ഇപ്പോൾ അവൻ്റെ മണ്ണിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് അറിയാം. ഏറ്റവും പ്രധാനമായി അവിശ്വസനീയമായൊരു അത്ഭുതമൊന്നും, അത്ഭുതത്തിനൊടുവിൽ അർജുൻ വരും അല്ലെങ്കിൽ വരാതിരിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയ്ക്കൊക്കെയാണ് കഴിഞ്ഞ ദിവസം ശരൂരിൽ അവസാനമായത്. എന്നാൽ പോലും ആശ്വസിക്കാൻ കഴിയുന്നത് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും, അല്ലെങ്കിൽ മരിച്ചുവെന്ന് ആശ്വസിക്കാനെങ്കിലും, അല്ലെങ്കിൽ വേദനിക്കാനെങ്കിലും ആ കുടുംബത്തിന് അർജുൻ്റെ മൃതശരീരം ബാക്കി കിട്ടിയല്ലോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അല്ലെങ്കിൽ അവർ എന്ത് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയുടെ ഒരു കണമെങ്കിലും ബാക്കി കാണുമായിരുന്നു. എപ്പോഴെങ്കിലും തൻ്റെ മകൻ അല്ലെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ടവൻ, തൻ്റെ സഹോദരൻ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷയെങ്കിലും ആ പ്രതീക്ഷയിൽ ഒരു പക്ഷേ ആ കുടുംബം വേദനിക്കേണ്ട സാഹചര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച്
അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും അർജുൻ്റെ മൃതദേഹം ലഭിച്ചു എന്നൊരു തെല്ലൊരാശ്വാസമെങ്കിലും ആ കുടുംബത്തിനുണ്ടാകും. കാരണം കഴിഞ്ഞ 2 മാസമായി വേദനിച്ച് നീറിക്കഴിയുകയാണ് ആ കുടുംബം എന്ന് പറയാം. കാരണം എന്ത് സംഭവിച്ചു, തങ്ങളുടെ മകനെന്നറിയാതെ നേരിയ ഒരു അമ്മയെ നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനമായി ശിരൂരിൽ അർജുൻ്റെ മൃതദേഹം ആ ലോറിക്കുള്ളിൽ എത്തി എന്നറിഞ്ഞ നിമിഷം ആ കുടുംബത്തിലൊരു അലറിക്കരച്ച് നമ്മൾ കേട്ടതാണ്. കാരണം അതിന് മുൻപ് ഒരു പക്ഷേ അതിന് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം ആ കുടുംബത്തിന് ഒരു ധൈര്യമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ മൃതദേഹം ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ അർജുൻ്റെ മൃതദേഹമുണ്ട് എന്നറിഞ്ഞ നിമിഷം നെഞ്ചു പൊട്ടിക്കരഞ്ഞ ഒരു അമ്മയെ നമ്മളവിടെ ആദ്യമായി കണ്ടതാണ്. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ അന്ത്യകർമ്മങ്ങൾ നടത്താനെങ്കിലും മകനെ കിട്ടിയല്ലോ എന്നൊരു സമാധാനം മാത്രം ഇപ്പോൾ ആ കുടുംബത്തിനും ബന്ധുക്കൾക്കും ഒക്കെയുള്ളൂ. അത്രമാത്രം വലിയ ത്യാഗങ്ങൾക്കൊടുവിലാണ് അർജുൻ ഇപ്പോൾ ഈ നാട്ടിലേക്ക് എത്തുന്നത്. ഈ വഴിയരികിലൊക്കെ ആളുകൾ തിങ്ങി നിൽക്കുകയാണ്. അവസാനമായി അർജുനൊരു ആദരാഞ്ജലി മനസ്സുകൊണ്ടെങ്കിലും ഒരു ബഹുമാനം അർജുന് നൽകാൻ വേണ്ടി ആളുകൾ ഇവിടെ തിങ്ങി നിൽക്കുകയാണ്. നമ്മൾ കണ്ണാടിക്കലിലേക്കാണ് അർജുൻ്റെ മൃതദേഹവുമായി ഉള്ള ഇപ്പോൾ യാത്ര തുടരുന്നത്. കണ്ണാടിക്കലിൽ വിലാപയാത്രയായിട്ടാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തുക. അത്രമാത്രം ആളുകൾ കഴിഞ്ഞ 2 മാസമായി ആ വീട്ടിൽ കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്തായൊരു വൈകാരിക നിമിഷങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കാരണം അത്രമാത്രം ആളുകളുണ്ട്. എല്ലാവർക്കും അർജുൻ എന്നൊരു വികാരം മാത്രമായി പോയി എന്നുള്ളതാണ്. ഒരു പക്ഷേ മറ്റ് ജില്ലക്കാർക്കൊന്നും കോഴിക്കോടിലെ കണ്ണാടിക്കൽ ഏതാണെന്നോ പൂളാരിക്കുന്ന് ഏതാണെന്നോ ഒന്നും ഇതുവരെ കേട്ട് പരിചയം പോലും ഇല്ലാത്ത സ്ഥലമായിരിക്കും. പക്ഷേ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ച്, കേരളത്തിനെ സംബന്ധിച്ച് കണ്ണാടിക്കൽ അറിയാം, കണ്ണാടിക്കലിൻ്റെ പ്രിയപ്പെട്ട അർജുനെ അറിയാം, പൂളാരിക്കുന്നറിയാം. ഈ നാടും പോലും മറ്റുള്ളവർക്ക് പരിചയമായി എന്നുള്ളതാണ്. കാരണം നമ്മൾ നേരത്തെ പല ആളുകളെയും കുറിച്ചറിഞ്ഞു. പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ തന്നെ മറ്റ് ജില്ലകളിൽ നിന്ന് പോലും അർജുന അവസാനമായി ഒരു ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിയ ആളുകളാണ്. അതൊക്കെ സൂചിപ്പിക്കുന്നത് മറ്റുള്ളവർക്കൊക്കെ ഈ നാടിന് മുഴുവൻ പ്രിയപ്പെട്ടവരായി അർജുൻ എന്നുള്ളതാണ്. കാരണം അത്രമാത്രം ഓരോ വീടുകളിൽ പോലും അർജുനായുള്ള പ്രാർത്ഥനയായിരുന്നു. ആദ്യ കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ കാണാൻ നമുക്ക് റോഡരികിലൊക്കെ ആളുകൾ നിൽക്കുകയാണ്. അവരെ സംബന്ധിച്ച് ആംബുലൻസ് ഒന്ന് കടന്നു പോകുന്നത് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും അവസാനമായി അർജുൻ വരുന്നുണ്ട്, ഈ വഴികളിലൂടെ അർജുൻ പോകുന്നുണ്ട് എന്നറിഞ്ഞ് ആളുകൾ എത്തിയിരിക്കുകയാണ്. ഇത്ര നാളും ഒരു പക്ഷേ വാർത്തകളിലൂടെ കേട്ടറിഞ്ഞ തങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തിയ തിരിച്ചു കിട്ടണമേ, തിരിച്ചു വരണേ, ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരണമേ എന്ന ആളുകൾ ഒരു തവണയെങ്കിലും പ്രാർത്ഥിച്ച തങ്ങളുടെ പ്രാർത്ഥനകളിൽ അതേത് മതക്കാരനായിക്കോട്ടെ. ഭവ്യ പൂളാടിക്കുന്നിൽ നിന്ന് കണ്ണാടിക്കലിലേക്കുള്ള അർജുന്റെ വാഹന വ്യൂഹത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണാടിക്കലും പൂളാടിക്കുന്നും ഒക്കെ നമുക്ക് പരിചിതമല്ലാത്ത നാടുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ജന്മനാട് പോലെ നമുക്ക് പരിചിതമായിരിക്കുന്നു. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അർജുനെ എല്ലാവരും കൂടപ്പിറപ്പിനെ പോലെയാണ് കണ്ടിരിക്കുന്നത്. അർജുൻ്റെ ഈ അന്ത്യയാത്രയിൽ കേരളം ഒന്നാകെ വിലപിക്കുകയാണ്. നമുക്ക് അതിവേഗം മടങ്ങിയെത്താം.